കനത്ത മഴയിൽ പത്തനംതിട്ടയിലും വ്യാപക നാശം. റാന്നി ടൗണിൽ വടശ്ശേരിക്കര അത്തിക്കയം പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന ഹൈവേയിലടക്കം നിരവധി റോഡുകളിലും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. സീതത്തോട് വീടുകളിൽ വെള്ളം കയറി. കക്കാട്ടാറിലും പമ്പയാറിലും ജലനിരപ്പ് ഉയർന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴഞ്ചേരി ചെങ്ങന്നൂർ സംസ്ഥാന പാതയിലാണ്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം, വളരെയധികം വെള്ളം അരയടിയോളം ഉയർന്നിട്ടുണ്ട്. ഈ പമ്പ നദിക്ക് ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ സത്രക്കടവിനുള്ള ഈ വെള്ളമാണ് ഈ കയറി വരുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം. ഇവിടെ ഗതാഗതം പൂർണ്ണമായിട്ടുണ്ട്. ഇപ്പം അരയടി ഉയർത്തി തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്നലെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിനെ തുടർന്നാണ് പമ്പ നദിയിൽ ഇത്രയും അധികം വെള്ളം ക്രമാതീതമായി ഉയർന്നിട്ടുള്ളത്. ഈ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം റാന്നി, വടശ്ശേരിക്കര, ചിറ്റാർ മേഖലകളിലെല്ലാം തന്നെ അതിരൂക്ഷമായിട്ടുള്ള വെള്ളപ്പൊക്കമാണ്. നമുക്കിപ്പോൾ ഈ ആറന്മുള സത്രക്കടവ്, പിന്നെ അരയാല് ക്ഷേത്രത്തിൻ്റെ അവിടെയൊക്കെ തന്നെ നമുക്ക് വെള്ളം അതിശക്തമായി തന്നെ നദിയിൽ നിന്നും കരകവിഞ്ഞ് വരികയാണ്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില അല്ലേ? അതെ. 22 വർഷത്തെ പാരമ്പര്യമുള്ള 50-ലേറെ ബ്രാഞ്ചുകളുള്ള നിങ്ങളുടെ സ്വന്തം അച്ചായൻസ് ഗോൾഡ്.